പക്ഷെ CK വിദ്യാസാഗർ വെള്ളാപ്പള്ളി നടേശന്റെ പ്രൊജക്ട് ഹിന്ദുത്വ എങ്ങനെയാണ് പൊളിഞ്ഞു പോയത്? ആദ്യത്തെ ദിവസം നമ്മൾ സുകുമാരൻ നായരുടെ വാക്കുകൾ കേട്ടതാണ്. തുഷാറിനെ ഞാനൊരു മകനെ പോലെ ഇവിടെ പെരുന്നയിൽ സ്വീകരിക്കുമെന്നാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ 8ാമത്തെ ദിവസം ഇതൊരു BJPയുടെ കെണിയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായിരിക്കും ഇതിനിടയിൽ 8 ദിവസം എന്ത് സംഭവിച്ചു കാണും? എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വിലയിരുത്താനല്ലാതെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യം നമുക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവിൽ പറ്റിടത്തോളം അത് ഈ NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ അത്യാവശ്യം കാര്യവിവരമുള്ള മനുഷ്യന്മാരാരൊക്കെയോ ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ച് ശക്തമായിട്ട് അതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഹിഡൻ അജണ്ടകൾ പലതുമുണ്ട്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ പാർട്ടിക്ക് ഒരു ബലം കൊടുക്കാനായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ക്ലച്ച് പിടിച്ചിട്ടില്ല. ഒരേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രകടനം വളരെ ശോചനീയമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കേരളം മുഴുവനും ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പൊടി പറപ്പിച്ച് പതാകയൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇങ്ങനെ ചാപിള്ളയായിട്ട് പോകുന്നല്ലോ എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ BJPയെ ഒന്ന് സഹായിച്ചു നിന്നാൽ ഇത്തവണ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടല്ലോ, ആര് ഭരിക്കും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പം BJPക്ക് വേണ്ടിയിട്ട് ഒരു കൈ ചെയ്താൽ, ഇൻഡയറക്റ്റായിട്ട് ചെയ്താൽ, ഒരു പക്ഷേ ഈ അദ്ദേഹം ഭയപ്പെടുന്ന പല വ്യക്തികളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പല വ്യക്തികളും അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇന്ന് അദ്ദേഹത്തിന് LDF ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ഈ സംരക്ഷണം, ഈ ഇവിടെ സൂചിപ്പിച്ച ഈ സെഞ്ചുറി കടന്നിരിക്കുന്ന ക്രിമിനൽ കേസുകളും അതുപോലുള്ള മറ്റു പല സംഗതികളും സംബന്ധിച്ച് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് അദ്ദേഹത്തിന് ഓടി നടക്കാനേ പിന്നെ നേരം കാണുള്ളൂ. അതൊക്കെ പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം കൊണ്ട് മാറുന്ന കാര്യമല്ലേ? നമ്മൾ 2016 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടില്ലേ, VS അച്യുതാനന്ദൻ നടേശ പണം വെക്ക് കണക്ക് വെക്കുന്ന മേശയിലടിച്ചു പറയുന്നതും നടേശോ അഴിമതി കുറ്റത്തിന് തൂക്കുകയറില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടല്ലേ 2016. ആ 2016 തെരഞ്ഞെടുപ്പ് ജയിച്ചാണ് ഇടതു മുന്നണി അധികാരത്തിൽ വന്നത്. എന്നിട്ട് വല്ല കേസും ഇവിടെ മുന്നോട്ട് പോയോ? ഇല്ല. പെട്ടെന്ന് ഭായി ആയില്ലേ LDFും വെള്ളാപ്പള്ളി നടേശനും. അവിടെ UDF അധികാരത്തിൽ വന്നാലും കാര്യങ്ങൾ മാറാൻ 1-2 ദിവസം പോരെ? അതെ, അത്ര എളുപ്പമല്ല. കാരണം അതിനകത്തെ പല നേതാക്കളും, എനിക്ക് തോന്നുന്നു അതിനകത്തെ പല നേതാക്കളെയും അത്ര എളുപ്പത്തിൽ അനുരഞ്ജനപ്പെടാനോ അത്ര എളുപ്പത്തിൽ വളച്ചെടുക്കാനോ ഒന്നും കഴിയുന്നവരല്ല എന്ന് വെള്ളാപ്പള്ളി നടേശന് നല്ല ബോധ്യമുണ്ട്. അവരിൽ പലരും ഇതിൻ്റെ നേതൃസ്ഥാനത്ത് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ വന്നുപെടും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അങ്ങനെയുള്ളവരൊക്കെ അവിടെ വന്നുപെട്ടാൽ ഒരുപക്ഷെ ഈ ഗെയിം ഇപ്പം കൊണ്ടുനടക്കുന്ന ഈ ടാക്ടിക്സ് അത് വേണ്ടത്ര വിജയിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അത് തന്നെയല്ല, ഏത് കാര്യവും ഈ പരവതാനിക്ക് അടിയിൽ മൂടി വെക്കുന്നതിന് ഒരു കുറേ കാലമൊക്കെ ഉണ്ടല്ലോ. അത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതൊക്കെ മറനീക്കി പുറത്തു വരില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ കഴിയത്തില്ല. ഇന്ന് LDF അദ്ദേഹത്തിന് കൊടുത്തിട്ടിരിക്കുന്നത് പോലുള്ള സംരക്ഷണം അന്ന് കിട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പം നല്ല ഭായി ആയിട്ട് പോകുന്നുണ്ടല്ലോ. എത്ര കാലമായി VS അച്യുതാനന്ദൻ കൊടുത്ത കേസ്? ആ VS അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ ഇവിടെ ഇന്നേ കാലമായിട്ടും ഒരു കുറ്റപത്രം കോടതിയിലെത്തുന്നില്ല. എന്താണ് എത്താത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്, കോടതികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓരോരോ തടസ്സവാദം പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തു വേണ്ടി? അതുകൊണ്ട് VS അച്യുതാനന്ദൻ വാദിയായിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് ഒരു പത്മഭൂഷൺ, ആ കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്ക് അതിലും വലിയൊരു ഭൂഷൺ. ഇങ്ങനെ വാദിക്കും പ്രതിക്കും വളരെ വിചിത്രമാണ്. ഓരോ ഭൂഷൺ വീതം കൊടുത്ത കേന്ദ്ര സർക്കാർ മാതൃകയായി എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം.